ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് ക്ഷേത്ര ദർശനം ചെയ്യുന്നവരാണ്. ക്ഷേത്ര ദർശനം ചെയ്തു കഴിഞ്ഞ്, അതായത് ക്ഷേത്രത്തിന് വെളിയിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ശ്രീകോവിലിന് മുന്നിൽ ആ ദേവനെ അല്ലെ ദേവിയെ തൊഴുത ശേഷം കൊടിമരത്തിന് വെളിയിൽ കൊടിമരച്ചുവട്ടിലേക്ക് വന്ന ശേഷം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ ജീവിതത്തിലെ സർവ്വ അഭീഷ്ടങ്ങളും സർവ്വ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടും. സമ്പൽ സമൃദ്ധി, അറിവ്, വിവേകം, ഉണർവ്, അധികാരശക്തി, വർദ്ധിച്ച സമ്പത്ത് ഒക്കെ ഉണ്ടായി വരും. ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. ₹1 ചിലവില്ലാതെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. മുഴുവൻ കേൾക്കുക കേട്ടോ. കേട്ടിട്ട് നിങ്ങളത് ചെയ്യുക. നിങ്ങൾക്ക് ഫലം ഉണ്ടാകും. വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അതും ഫ്രീ ആകുന്ന അനുസരിച്ചാണ് ഞാൻ മറുപടി കൊടുക്കുന്നത്. എല്ലാ വർക്കുകളൊന്നും എടുക്കുന്നില്ല. വളരെ കുറച്ച് ഹസ്തരേഖ, ഗ്രഹനില, സംഖ്യാജ്യോതിഷം വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആരോഗ്യസ്ഥിതി അനുസരിച്ച് കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, എപ്പോഴും വർക്കിലായിരിക്കും. ഇന്ന് ഞാൻ വാട്സപ്പ് എടുത്തിട്ടില്ല. ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഒന്നും നോക്കിയിട്ടില്ല. അത് ഫ്രീ ആകുമ്പോൾ നോക്കി റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നവർക്ക് റിപ്ലൈ കൊടുക്കും. എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കത്തില്ല, അതാണ് സാഹചര്യം. പറഞ്ഞതേ ഉള്ളൂ. ഇനിയും വിഷയത്തിലേക്ക് വരാം. നാം ക്ഷേത്രത്തിൽ ദേവനെ അല്ലെ ദേവിയെ തൊഴുത ശേഷം ആ കൊടിമരച്ചവിട്ടിലേക്ക് വന്ന ശേഷം നമ്മൾ അരയാലിൻ്റെ ചുവട്ടിൽ പോയി തൊഴണം. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് അറിയേണ്ടത്. ആ കാര്യങ്ങൾ അറിഞ്ഞ് അരയാലിനെ ഓരോ ദിവസവും തൊഴുതാൽ പ്രത്യേക ഫലങ്ങളുണ്ട്. അരയാലിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളുണ്ട്. കാരണം ഞാനീ പറയുന്ന കാര്യങ്ങൾ പലതും എനിക്ക് പല കാര്യങ്ങളും ബോധ്യമായതാണ് പറയുന്നത്. അരയാലിനെ കുറിച്ച് നിങ്ങൾ നിർബന്ധമായിട്ടും അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ക്ഷേത്രത്തിലെ അരയാൽ വൃക്ഷം, ആ അരയാൽ വൃക്ഷത്തിൽ പല സൂക്ഷ്മരൂപികളും ദേവതകളും വസിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ ജീവിതം മാറ്റാൻ പറ്റും. ഞാൻ അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് പറയാം. ശിവനും അരയാലുമായിട്ടുള്ള ചില കാര്യങ്ങളും, പിന്നെ അരയാലിൻ്റെ ഏതൊക്കെ ദിവസങ്ങളിൽ നിങ്ങൾ തൊഴുതു കഴിഞ്ഞാൽ ഏതൊക്കെ ഫലങ്ങൾ ലഭിക്കുമെന്നും എന്ന് വേണ്ട. നിങ്ങൾക്ക് ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി, ഇഷ്ടങ്ങൾ, അഭീഷ്ടങ്ങൾ സാധിക്കുക, സർവ്വ ആരോഗ്യ സൗഖ്യങ്ങളെ, ഐശ്വര്യങ്ങളെ, നിങ്ങൾക്കൊരു ഉണർവ്, ഉത്സാഹം, സമ്പത്ത്, അധികാരം എല്ലാം അരയാലിനെ ശരിയായിട്ട് അറിഞ്ഞ് അരയാൽ പ്രദക്ഷിണം ചെയ്താൽ ഫലമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് മുഴുവൻ കേൾക്കുക. അപ്പോൾ ആദ്യം അരയാലിൻ്റെ പ്രാധാന്യം ഞാൻ പറയാം. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് അരയാലിൻ്റെ ചോട്ടിൽ നിന്ന് ഈ പറയുന്ന പോലെ പ്രാർത്ഥിക്കാൻ തോന്നത്തുള്ളൂ. അല്ല, നിങ്ങൾക്ക് അത് തോന്നത്തില്ല. കാരണം നമ്മളെല്ലാം അമ്പലത്തിൽ പോകുന്നുണ്ട്, അരയാലിൻ്റെ ചോട്ടിൽ നിന്ന് ഒന്ന് വണങ്ങും, അല്ലെങ്കിൽ ഒന്ന് പ്രദക്ഷിണം വയ്ക്കും, പോരും. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. അത് നമ്മൾ പല അരയാലിൻ്റെ ഓടിയാലും മന്ത്രങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്കതിൻ്റെ പ്രാധാന്യം അറിയത്തില്ല. ഈ അരയാൽ വൃക്ഷം, ക്ഷേത്രത്തിൽ നിൽക്കുന്ന അരയാൽ വൃക്ഷത്തിൻ്റെ ആ ഒരു പ്രാധാന്യം നമുക്ക് അറിയത്തില്ല. അത് അറിഞ്ഞിട്ട് ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ആ പ്രാധാന്യം ഒന്ന് പറഞ്ഞിട്ട് ചൊല്ലേണ്ട മന്ത്രം പറഞ്ഞു തരാം. ശിവനും അരയാലും തമ്മിലുള്ള രഹസ്യം പറഞ്ഞു തരാം. വേണ്ടതെല്ലാം പറഞ്ഞു തരാം. കണ്ടകശനി, ഏഴരശനി ഇതൊക്കെ അരയാലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. പിന്നെ ശാംഭവി എന്ന രഹസ്യമായ ഒരു വിദ്യയും പറഞ്ഞുതരാം കേട്ടോ. ശാംഭവി അത് അരയാലിൻ്റെ ചോട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞുതരാം. ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാം പറഞ്ഞുതരാം, വിശദമായിട്ട് കേൾക്കുക. അറ്റവും മൂലം കേട്ടിട്ട് പോകരുത്. എൻ്റെ നല്ല ആരുടെ വീഡിയോ ആണെങ്കിലും മുഴുവൻ സശ്രദ്ധം വീക്ഷിക്കുക. ശ്രദ്ധിച്ച് കേട്ടോളൂ. പറഞ്ഞ് തുടങ്ങുകയാണ്. അരയാൽ കേവലം ഒരു വൃക്ഷം മാത്രമല്ല. ഇപ്പം പലരും ചിന്തിക്കും, ഞാനും ചെറുപ്പത്തിൽ ചിന്തിച്ചിട്ടുണ്ട്, അപ്പോൾ അരയാലിൻ്റെ ചോട്ടിൽ തൊഴണം, അല്ലെങ്കിൽ അരയാൽ ക്ഷേത്രത്തിലുണ്ട്, അവിടെ നമിക്കണം. അരയാലൊരു മരമല്ലേ, അതിൻ്റെ അപ്പുറത്ത് എന്താണ് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്കതിനെക്കുറിച്ച് അറിയാൻ സാധിച്ചപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരികയാണ്. അരയാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറ്റാൻ ശക്തിയുള്ള ഒരു വൃക്ഷരാജൻ തന്നെയാണ് അരയാൽ. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു വൃക്ഷത്തിനെങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം മാറ്റാൻ പറ്റുന്നത്? അത് മനസ്സിലാക്കണം. ആര് പറഞ്ഞാലും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യാവുള്ളൂ.
നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ. അതായത് ഹിന്ദു ബുദ്ധ വിശ്വാസങ്ങളിൽ അരയാലിന് വളരെ പ്രാധാന്യമുണ്ട്. അതെന്തുകൊണ്ടാണ്? ബുദ്ധന് ബോധോദയമുണ്ടായത് ബോധി വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് ധ്യാനിച്ചപ്പോഴാണ് ബുദ്ധനായത്, അല്ലെങ്കിൽ ബുദ്ധൻ സിദ്ധനായത്. ബുദ്ധന് ബോധോദയമുണ്ടായത്, അനുഗ്രഹമുണ്ടായത് ഈ ബോധി വൃക്ഷത്തിന് ചുവട്ടിലിരുന്ന് ധ്യാനിച്ചപ്പോഴാണ്. ബോധി വൃക്ഷത്തിന് തന്നെ മറ്റൊരു പേരാണ് അരയാൽ, അല്ലെ പിപ്പലം എന്നൊക്കെ പറയും. എല്ലാം ഒന്ന് തന്നെയാണ്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ആ വൃക്ഷത്തിൻ്റെ ഒരു പ്രാധാന്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരുന്ന് ധ്യാനിച്ചപ്പോഴാണ് ബുദ്ധന് ബോധോദയം ഉണ്ടായത്. അപ്പോൾ അതിന് ചില കാര്യങ്ങളുണ്ട്. ഇതുകൊണ്ട് തന്നെ ഹിന്ദു ബുദ്ധ വിശ്വാസങ്ങൾക്കിടയിൽ അരയാലിന് വളരെ പ്രാധാന്യമുണ്ട്. ഇനി എന്തുകൊണ്ടാണ് അരയാലിന് ഇത്രയും പ്രാധാന്യം വരുന്നത്? അരയാൽ വൃക്ഷരാജൻ എന്നാണ് അറിയപ്പെടുന്നത്. അതെന്തുകൊണ്ടാണ് വൃക്ഷരാജൻ എന്നറിയപ്പെടുന്നത്? അരയാലിനെ പടർന്നു പന്തലിക്കാൻ ശേഷി വളരെ കൂടുതലാണ്. അതായത് ചുറ്റുപാടുകളിലേക്ക്, പ്രകൃതിയിലേക്ക്, ചുറ്റുമുള്ള പ്രപഞ്ചത്തിലേക്ക്, ചുറ്റുപാടുകളിലേക്ക് പടർന്നു പന്തലിക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. അതപ്പം പ്രകൃതിയുമായി വളരെ ലയിച്ചു നിൽക്കുന്ന ഒരു വൃക്ഷം തന്നെയാണ്, പ്രകൃതി തന്നെയാണ്. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയുടെ ഭാഗം തന്നെയാണ് അരയാൽ. ഭാരതീയ ആചാര്യന്മാർ, ഋഷീശ്വരന്മാർ ആത്മീയമായ എല്ലാ അനുഗ്രഹങ്ങളും നേടിയിരുന്നത് പ്രകൃതിയോട് ചേർന്ന് നിന്ന പ്രാർത്ഥനയിലൂടെയാണ്. ശ്രദ്ധിച്ചോളുക, പ്രകൃതിയോട് ചേർന്ന് നിന്ന പ്രാർത്ഥനയിലൂടെയാണ് അവർ സർവ ഐശ്വര്യങ്ങളും സർവസിദ്ധികളും സർവ ഈശ്വരാനുഗ്രഹങ്ങളും പ്രകൃതിയോട് ചേർന്ന് നിന്ന് ഉള്ള പ്രാർത്ഥനയിലൂടെയാണ് അവരെ നേടിയത്. അതുപോലെ തന്നെയാണ് ബുദ്ധനും അരയാൽ ചുവട്ടിലിരുന്ന്, അല്ലെ ബോധിവൃക്ഷത്തിന് ചുവട്ടിലിരുന്ന് ബോധോദയം ഉണ്ടായത്. പ്രകൃതിയുടെ ഭാഗം തന്നെയാണ് അരയാൽ. കാരണം അരയാലിന് പടർന്ന് പന്തലിക്കാനുള്ള ഒരു ശേഷി കൂടുതലാണ്. അരയാൽ വൃക്ഷത്തിൻ്റെ ആയുസ്സും വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ കാലത്തെ അതിജീവിക്കാൻ ഉള്ള ഒരു കഴിവും, അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾ നിലനിൽക്കാനുള്ള ഒരു ശേഷിയും ഈ വൃക്ഷത്തിനുണ്ട്. അപ്പം പടർന്ന് പന്തലിക്കാനുള്ള കഴിവും ഒരുപാട് വർഷങ്ങളെ അതിജീവിക്കാനുമുള്ള കഴിവുള്ളതുകൊണ്ട് തന്നെ അരയാലിനെ വൃക്ഷരാജൻ എന്നറിയപ്പെടുന്നു. മാത്രമല്ല, കൂടുതൽ ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക്, വലിയ വൃക്ഷമാകുമ്പോൾ കൂടുതൽ ഓക്സിജനും തീർച്ചയായിട്ടും അത് പുറന്തള്ളാനുള്ള കഴിവുള്ളതെന്ന് പറയപ്പെടുന്നു. അപ്പം എന്തായാലും നിങ്ങൾ അരയാൽ ചോട്ടി ഒന്ന് ഇരുന്ന് നോക്കുക. നിങ്ങൾക്ക് മനസ്സിനൊരു ശാന്തത, ഒരു കുളിർമ ഒക്കെ ഉണ്ടാകും. അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അത് കൂടുതലായിട്ട് ആ വൃക്ഷത്തിൽ നിന്നുള്ള പുറന്തള്ളുന്ന ഓക്സിജനും ആ വൃക്ഷത്തിൻ്റെ ചില പ്രത്യേകതകളും കൊണ്ടായിരിക്കും. അപ്പം തന്നെ ആരോടും ചോദിക്കണം, നിങ്ങൾക്ക് മനസ്സിലാകാം ഈ അരയാലിൻ്റെ പ്രാധാന്യം. അതിൻ്റെ ചോട്ടി അല്പനേരം ഇരുന്നാൽ മതി, അല്ലെങ്കിൽ നിന്നാൽ മതി. ഒരു കുളിർമയും ഒരു സന്തോഷവും ഒരു ഉണർവും ഉണ്ടാകുമെന്നുള്ളതാണ്. ഇനിയും ഈ അരയാലിൻ്റെ മൂലതോ ബ്രഹ്മരൂപായ, മധ്യതോ വിഷ്ണുരൂപായ, അഗ്രത ശിവരൂപായ, വൃക്ഷരാജായ തേ നമ എന്നും പറഞ്ഞ് അരയാലിനെ നമ്മൾ പ്രാർത്ഥിച്ച് അരയാലിന് പ്രദക്ഷിണം വയ്ക്കണം. അതായത് മൂലത്തിൽ ചുവട്ടിൽ ബ്രഹ്മരൂപമായും, മധ്യത്തിൽ വിഷ്ണു രൂപത്തിലും, അഗ്രത്തിൽ മുകളിൽ ശിവരൂപത്തിലും, ആ വൃക്ഷരാജനെ ശിവരൂപത്തിലും ആയുള്ള ഒരു ചൈതന്യം കുടികൊള്ളുന്ന ആ വൃക്ഷരാജനെ നമിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞ് വേണം അരയാലിന് പ്രദക്ഷിണം ചെയ്യാൻ. അരയാലിന് 7 പ്രദക്ഷിണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. 7 പ്രദക്ഷിണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചില്ലേ പോലും നിങ്ങൾ മനസ്സിലാക്കി ഒറ്റ പ്രദക്ഷിണം ചെയ്താൽ പോലും ഫലമുണ്ടാകും. അപ്പം അരയാലിൻ്റെ ഇത് മാത്രമല്ല, അരയാലിൽ ഈ യക്ഷ ഗന്ധർവന്മാരും അതുപോലെ അരയാലിൻ്റെ കീഴെ ദക്ഷിണാമൂർത്തിയും ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുന്നു. അരയാലിലെ യക്ഷഗന്ധർവന്മാർ വസിക്കുന്നു. അരയാലിൽ ഉള്ളിടത്ത് മഹാലക്ഷ്മി സാന്നിധ്യമുണ്ട് എന്നൊക്കെ തന്നെയാണ് അരയാലിനെക്കുറിച്ച് പറയപ്പെടുന്നത്. അപ്പോൾ അരയാലിൻ്റെ ചോട്ടിൽ കിടന്നു ഉറങ്ങി ഒരു അനുഗ്രഹം കിട്ടിയ ഒരു സിദ്ധനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഈ അങ്ങനെ അത് ഞാൻ ഒരാളിൽ നിന്ന് ഒരു ആത്മീയ അല്ലെ നമുക്ക് ഓരോ വിദ്യകൾ തന്ന ഒരാളിൽ നിന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അരയാൽ ചോട്ടുമായി ബന്ധപ്പെട്ട് അയാൾക്ക് ഒരാൾക്ക് അയാൾ സാധാരണ ഒരു മനുഷ്യനായിരുന്നു. അയാൾക്ക് ചില അനുഗ്രഹങ്ങൾ കിട്ടുകയും
ശരനൂൽ വിദ്യ പോലുള്ള രഹസ്യ വിദ്യകൾ, ചില സൂക്ഷ്മ ശക്തികൾ അദ്ദേഹത്തിന് കൊടുത്തുവെന്നും ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അത് ശരിയാണ് തെറ്റാണെന്ന് എനിക്കറിയത്തില്ല, കേട്ടറിവാണ്. വർഷങ്ങൾക്ക് മുമ്പ് എവിടെയോ യാത്ര ചെയ്തപ്പോൾ ഇതുപോലൊരു സന്യാസി വര്യനെ കേട്ട ഒരു കാര്യമാണ്. അപ്പം അതെന്തെങ്കിലും ആട്ടെ, അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല. പക്ഷെ എങ്കിൽ തന്നെയും ഈ അറിയാവുന്ന കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. മറ്റേതൊരു കേട്ടറിവാണ്. എന്തായാലും അരയാൽ വൃക്ഷവുമായി ബന്ധപ്പെട്ട് ചില ആത്മീയ അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ അരയാലിൻ്റെ വൃക്ഷത്തെ ശരിയായിട്ട് വണങ്ങുന്നവരെ ശിവഭഗവാൻ സമ്പൽ സമൃദ്ധി, ഐശ്വര്യം, അറിവ്, ശക്തി, ജ്ഞാനശക്തി, ഇച്ഛാശക്തി ഇതൊക്കെ കൊടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഞാനൊരു ശിവഭക്തനാണ്, ശിവവിദ്യ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം ഈ അരയാലിൻ്റെ ചുവട്ടിലിരുന്ന് ഇത് മാത്രമല്ല, അരയാലിൻ്റെ ഒരു വന്നിക്കുന്നത് മൂലം നിങ്ങൾക്കൊരു ഉണർവും ഉണ്ടാകും. ബോധോദയം, അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു ഉണർവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ്. നിങ്ങൾ ഒന്നും വേണ്ട, നിങ്ങൾ അരയാലത്തോട്ട് കുറച്ച് നേരം ചിലവഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ഷേത്രത്തിൽ പോകുമ്പോൾ വളരെ ഒരു ഉണർവ് നമുക്കുണ്ടാകുന്നതായിട്ട് സ്വയം അനുഭവിക്കാൻ പറ്റും. അപ്പം ഈ അരയാലിന് നിങ്ങൾ ഇത്രയും കാര്യം മനസ്സിലാക്കി ഒരു തവണയെങ്കിലും പ്രദക്ഷിണം ചെയ്യും. ഇത്രയും കാര്യം മനസ്സിലാക്കി നമിച്ച ശേഷം, അതായത് മൂലതോ ബ്രഹ്മരൂപായ, മധ്യതോ വിഷ്ണുരൂപായ, അഗ്രത ശിവരൂപായ, വൃക്ഷരാജായ തേ നമ എന്ന്, വൃക്ഷരാജായ നമ എന്നേ ഉള്ളൂ കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞുതരാം. മൂലതോ ബ്രഹ്മരൂപായ, മധ്യതോ വിഷ്ണുരൂപായ, അഗ്രത ശിവരൂപായ, വൃക്ഷരാജായ നമ എന്ന് ജപിച്ചാലും എന്ന് തന്നെ ജപിച്ചുകൊണ്ട് ഒരു പ്രദക്ഷിണമെങ്കിലും വെച്ച് അരയാലിൻ്റെ ആ മൂലഭാഗവും മധ്യഭാഗവും ആ മുകൾ ഭാഗവും നോക്കി മന്ത്രം ജപിച്ച് ഒരു പ്രദക്ഷിണമെങ്കിലും വെച്ച് നിങ്ങൾ വണങ്ങിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും. അറിഞ്ഞു ചെയ്താൽ, ഒരു കാര്യം നമ്മൾ അറിഞ്ഞു ചെയ്യുന്നു, അറിയാതെ ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. ഇനിയും പറയാൻ പോകുന്ന ഒരു രഹസ്യമാണ്. അതായത് അരയാലിൻ്റെ ചോട്ടിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ശാംഭവി മുദ്ര എന്ന് പറഞ്ഞൊരു മുദ്രയുണ്ട്. അപ്പോൾ ശാംഭവി മുദ്രയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം അത് ഈ അരയാൽ ചോട്ടിൽ നിന്ന് നിങ്ങൾ ഒറ്റ തവണ പോലും ചെയ്താൽ ഈശ്വരാനുഗ്രഹം പെട്ടെന്നുണ്ടാകും, ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും. അപ്പം ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ, അരയാലിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ ഒരു ഉണർവ്, ഒരു ബോധോദയം, അല്ലെങ്കിൽ ഒരു ഉണർവുണ്ടാകും. ഒരു നല്ലൊരു മനസ്സിന് നല്ല ഒരു മാനസികമായൊരു കുളിർമയുണ്ടാകും, ഒക്കെ നല്ലൊരു മാനസിക അവസ്ഥയുണ്ടാകും. ആ സമയത്ത് അരയാൽ ചോട്ടി എന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരു തവണ പോലും ഇത് ചെയ്താൽ ദേവി കടാക്ഷം പെട്ടെന്നുണ്ടാകും. ഇത് കാണിച്ചു തരാം. അതായത് നമ്മളുടെ ഇവിടെ ഭ്രൂമധ്യം എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഭ്രൂമധ്യം ശരിക്കും ഇവിടെ അല്ല, ഇങ്ങനൊരു വര വരച്ചാലും ഇങ്ങനൊരു വര വരച്ചാലും നാലും കൂടുന്ന ഒരു പോയിൻ്റ് ഉണ്ടാകത്ത് അവിടെയാണ്. പക്ഷേ നിങ്ങൾ ഇവിടെ സങ്കല്പിക്കുക ഭ്രൂമധ്യമെന്ന്. ഇവിടെ സങ്കല്പിച്ചിട്ട് നിങ്ങളുടെ ദൃഷ്ടികൾ മേലോട്ടാക്കി ഇവിടെ ശ്രദ്ധിക്കുക. ഇത് ബലം പിടിച്ചോ ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെ ചെയ്യണ്ട. നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്താൽ മതി. ചെയ്യാൻ പറ്റുമെങ്കിലും ചെയ്താൽ മതി, അതേ ഞാൻ പറയത്തുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള, ബലം പിടിച്ചൊന്നും ചെയ്യണ്ട. നിങ്ങൾക്കൊരു സ്ട്രെസ് ഉണ്ടെങ്കിൽ ചെയ്യണ്ട, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്യണ്ട, പറ്റുന്നവർ ചെയ്യുക. അത് ഇങ്ങനെയാണ്. ഇവിടെ ശ്രദ്ധിക്കുന്നു, ദൃഷ്ടികൾ മേൽപോട്ടാക്കി. ഇത് ഒരു തവണയെങ്കിലും, അല്ലെ ഒരു സെക്കൻഡെങ്കിലും, മിനിറ്റല്ല, ഒരു സെക്കൻഡെങ്കിലും ഇങ്ങനെ അരയാൽ ചോട്ടിൽ നിന്ന്. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ഒന്ന് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ് നിങ്ങൾ ദേവിയെ, അമ്മയെ, ദേവി മഹാമായെ, സർവേശ്വരി, ജഗദീശ്വരി, പരമേശ്വരി, എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ കടാക്ഷം ജീവിതം മുഴുവൻ ഉണ്ടാകണേ എന്ന് ഒന്ന് പ്രാർത്ഥിക്കുക. ഒറ്റ തവണ ചെയ്താൽ പോലും ദേവിയുടെ അനുഗ്രഹം ഉണ്ടായി വരും. പറഞ്ഞാൽ മനസ്സിലായോ? അരയാൽ ചോട്ടിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്കിത് പറ്റുമെങ്കിൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് പറ്റത്തില്ലേ, ചെയ്യണ്ട. നിങ്ങളിത് ബലം പിടിച്ചൊന്നും ചെയ്യരുത്. ഇത് സ്വാഭാവികമായിട്ടും ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. ഇങ്ങനെ വെച്ച് ദേവിയോടൊന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ശ്രദ്ധ ഇവിടെ ആയിരിക്കണം കേട്ടോ. ഇത് ശാംഭവി മുദ്രയാണ്. അപ്പം ഇത് ഒരു തവണ, ഇത് എന്ന് ചെയ്താലാണ് ബലം കൂടുതൽ ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാമോ? ശനിയാഴ്ച ചെയ്താൽ. ദേവിയാണ് വിളിക്കുന്നത്. ഏത് ക്ഷേത്രത്തിലെ അരയാലിൻ്റെ ചോട്ടിൽ എന്നും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ശിവക്ഷേത്രമാണേലും കുഴപ്പമില്ല, ഏത് ക്ഷേത്രമാണേലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ദേവീക്ഷേത്രത്തിലാണ്.
നിങ്ങൾക്ക് എവിടെ ചെയ്താലും ഫലം ഉണ്ടാകും. ശനിയും വെള്ളിയുമാണ് കൂടുതൽ ഗുണം തരുന്നത്. ശനിയാഴ്ചയാണ് എൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ നല്ലത്. വെള്ളിയാഴ്ചയും ഐശ്വര്യം തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ചെയ്യാൻ പറ്റുന്നവർ, പറ്റാത്തവർ ചെയ്യണ്ട. ഇപ്പം ഇത് നിങ്ങൾ ഈ കൂടുതൽ എഫേർട്ട് എടുത്തൊന്നും ചെയ്യരുത്, സ്ട്രെസ് എടുത്ത് ചെയ്യരുത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യുക. 1 സെക്കൻഡ് ചെയ്താൽ മതി, കൂടുതൽ 1 മിനിറ്റ് അല്ല, 1 സെക്കൻഡ്, അല്പനേരം ഉണ്ടോ. നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി. ദേവി വാ കൊണ്ട് പറയണ്ട, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വാ കൊണ്ട് പറഞ്ഞാൽ മനസ്സിൽ ഇവിടെ ശ്രദ്ധിച്ചു, ദേവി സർവേശ്വരി, ജഗദീശ്വരി, പരമേശ്വരി, ആദിശക്തി, മഹേശ്വരി, അവിടുത്തെ കടാക്ഷം ജീവിതം മുഴുവൻ എനിക്കും എൻ്റെ കുടുംബത്തിന് ഉണ്ടാകണമേ എന്ന് മനസ്സിൽ പറയുക. ഞാൻ പറഞ്ഞ വരികൾ പറയണം. അമ്മേ ദേവി മഹേശ്വരി, ജഗദീശ്വരി, പരമേശ്വരി, ആദിശക്തി എന്ന് പറയണം. ആ രീതിയിൽ തന്നെ പറയണം കേട്ടോ. ഇത്രയും മതി. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ സമ്പൽ സമൃദ്ധി, ഐശ്വര്യം, സമ്പത്ത്, അധികാരം അല്ലെങ്കിൽ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ മാറാൻ തുടങ്ങും. ഇത് നിങ്ങൾക്ക് ഇതുപോലെ ആരും പറഞ്ഞു തരത്തില്ല. ഇനി ഞാൻ ശാംഭവി വിദ്യയുടെ ചില രഹസ്യങ്ങൾ അവസാനം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അത് മറ്റു ചില കാര്യങ്ങളാണ്. അത് നിങ്ങൾ ശാംഭവി വിദ്യയുടെ ചില കാര്യങ്ങളാണ്. നമുക്ക് ക്രിയാകുണ്ടലിനി പ്രാണായാമം അല്ലെ ക്രിയായോഗ നമ്മുടെ ഗുരുനാഥൻ അദ്ദേഹം സമാധിയായി തന്നപ്പോൾ അദ്ദേഹം നമ്മളെ പഠിപ്പിച്ച ചില മുദ്രകളുണ്ട്. ശാംഭവി മുദ്ര, മഹാമുദ്ര, യോനി മുദ്ര, പിന്നെ നാദലയം, പിന്നെ അശ്വനി മുദ്ര, അങ്ങനെ ചില മുദ്രകൾ തന്നിട്ടാണ് ക്രിയായോഗ തന്നത്. അതിലൊന്നാണ് ശാംഭവി. അപ്പോൾ ആ ശാംഭവിയെക്കുറിച്ച് ശാംഭവി മുദ്രയെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഇത് നിങ്ങൾക്ക് ഇതുപോലെ ഒരിടത്തും ആരും പറഞ്ഞു തരത്തില്ല. ഇപ്പോൾ ഞാനത് പറഞ്ഞുതരാം, കുറച്ച് രഹസ്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒരാളുടെ സഹായമില്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തു വേണോ അത് നേടിയെടുക്കാൻ ശാംഭവി മുദ്ര ഉപകരിക്കും. അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് 1-2 കാര്യങ്ങളൂടെ പറഞ്ഞുതരാം. അപ്പോൾ അവസാനം വരെ കാണണം, അതിനുവേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ അരയാലിനെ ഞായറാഴ്ച ദിവസം ദർശനം ചെയ്ത് വണങ്ങിയാൽ രോഗശാന്തി ഉണ്ടാകുമെന്നാണ്. തിങ്കളാഴ്ചയാണെങ്കിൽ മംഗല്യഭാഗ്യം എന്ന് വെച്ചാൽ വിവാഹം ഒക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ്. ഇനി തിങ്കളും അമാവാസ്യയും കൂടെ ചേരുന്ന ദിവസമാണെങ്കിൽ സർവാഭീഷ്ടങ്ങളും എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുമെന്ന് തന്നെയാണ് കേട്ടോ. ചൊവ്വാഴ്ചയാണെങ്കിൽ സർവ്വ വിജയങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയിക്കുമെന്ന് തന്നെയാണ്. ഈ ചൊവ്വാഴ്ചയ്ക്കകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് പലർക്കും ഗുണം കിട്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നതേ ഉള്ളൂ. കാരണം ഇത് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ എല്ലാ വീഡിയോ എല്ലാവർക്കും കാണാൻ പറ്റിയെന്ന് വരത്തില്ല. 1000-ലേറെ വീഡിയോ ഉണ്ട്. അത് കാണാത്തവർക്കും ഈ കാണുന്നവർക്കും കണ്ടവർക്കും ഒരു ഓർമ്മപ്പെടുത്തലായും വളരെ ഫലം ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. ചൊവ്വാഴ്ചയെക്കുറിച്ച് ഓർത്തപ്പം പറയുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എല്ലാ മാസവും വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കും. അത് ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച സെലക്ട് ചെയ്യുക. ചൊവ്വാഴ്ച വീട്ടിലേക്ക് പലവ്യഞ്ജനങ്ങളെ, അരിയെ, സാധനങ്ങളെ ഒക്കെ കയറ്റുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടാകും. ചൊവ്വാഴ്ച വീട്ടിലേക്ക് ധനധാന്യങ്ങൾ കയറ്റിക്കഴിഞ്ഞാൽ അത് അച്ചട്ടാകട്ടോ. ഒരു മാസം 2 മാസം കൊണ്ടല്ല, പക്ഷേ നിങ്ങളുടെ വീട്ടിൽ വളരെ മാറ്റമുണ്ടാകും. ആ വീട്ടിൽ സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകും. ചൊവ്വാഴ്ചയ്ക്ക് അങ്ങനെ ഒരു രഹസ്യമുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടിയവരെ ഈ കാര്യം ചെയ്ത് ഇന്ന് ചാക്ക് കണക്കിന് അരി വീട്ടിൽ മേടിച്ചു വെച്ചിരിക്കുന്നവരെ എനിക്കറിയാം. ഈ ഒരു കാര്യം ചെയ്ത് നമ്മൾ പറഞ്ഞിട്ട് അതുപോലെ രീതി കഴിയുന്നവരുണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി. ചൊവ്വാഴ്ചയ്ക്ക് അങ്ങനെ ഒരു രഹസ്യമുണ്ട്. ധനധാന്യങ്ങൾ ചൊവ്വാഴ്ച നിങ്ങളുടെ വീട്ടിലേക്ക് കയറ്റിയാൽ വർദ്ധിച്ചു വരും. ഒരു സംശയം വേണ്ട. അത് എല്ലാവർക്കും ഒരു ഗുണം കിട്ടാൻ വേണ്ടി പറഞ്ഞതാ. അല്ലെ ഇതിൻ്റെ ഇടയിൽ എനിക്കത് പറയേണ്ട കാര്യമില്ല. അത് പറയാതെയും വീഡിയോ ചെയ്യാം. പക്ഷേ ഇത് കാണുന്നവരുടെ ജീവിതം മാറണം. അവരുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിൽ സമ്പത്തും സമാധാനവും ധനധാന്യങ്ങളും ഉണ്ടാകണം എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ ഇടയ്ക്ക് ആ ഒരു ചിന്തയോടുകൂടി പറഞ്ഞതെന്നാണ്. കാരണം അത് ഗുണമാകട്ടെ എന്ന് കരുതി. ഇനിയും ചൊവ്വാഴ്ച അരയാൽ ബാക്കി തുടരുകയാണ്. ചൊവ്വാഴ്ച അരയാൽ പ്രദക്ഷിണം ചെയ്താൽ സർവ്വ വിജയങ്ങളും ഉണ്ടാകും. ബുധനാഴ്ച അരയാൽ പ്രദക്ഷിണം ചെയ്താൽ വ്യാപാര വിജയം ഉണ്ടാകും, വ്യാപാരങ്ങളിലൊക്കെ. ഇനി വെള്ളിയാഴ്ചയാണെങ്കിൽ ഐശ്വര്യവർദ്ധനം ഉണ്ടാകും. ശനിയാഴ്ചയാണെങ്കിൽ സങ്കടമോചനം ഉണ്ടാകും. സർവ്വ ദുരിതങ്ങളും സർവ്വ സങ്കടങ്ങളും മാറും എന്ന് തന്നെയാണ്.
അപ്പോൾ ഇതാണ്. പിന്നെ അതുപോലെ തന്നെ കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി, ഇങ്ങനെ ശനിയുടെ അപഹാരങ്ങൾ അല്ലെങ്കിൽ ശനിദോഷങ്ങളൊക്കെ അരയാൽ വൃക്ഷത്തിന് ദർശനം ശരിയായിട്ട് ചെയ്തു കഴിഞ്ഞ് അരയാൽ വൃക്ഷത്തെ വണങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ മാറിപ്പോകുക തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. കാരണം അരയാലിലും ശിവനുമായിട്ട് ബന്ധമുണ്ട്. അരയാൽ പറഞ്ഞല്ലോ, അരയാലിൻ്റെ രഹസ്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞല്ലോ. അത് കൊണ്ട് തന്നെ വളരെ ഒരു 7 ശനിദോഷങ്ങളെ മാറ്റാൻ കഴിവുള്ളതാണ് അരയാലിനെ വണങ്ങുന്നത് അരയാൽ പ്രദക്ഷിണം. നിങ്ങൾക്കിപ്പോൾ 7 തവണ പ്രദക്ഷിണം ചെയ്യാൻ പറ്റില്ല, ഒരു തവണയെങ്കിലും ചെയ്യുക. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക, ആ മന്ത്രം കൂടെ ജപിക്കുക കേട്ടോ. ഇനിയും ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ശാംഭവി മുദ്രയിലേക്ക് വരാം. അത് പറയാം, ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് ശാംഭവി മുദ്രയുടെ രഹസ്യങ്ങൾ പറഞ്ഞുതരാം. അത് ഈ നമ്മുടെ വീട്ടിൽ എന്തു പ്രശ്നങ്ങളുണ്ടായാലും നിങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഒരിക്കലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയരുത്. അത് നിങ്ങൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റായ കാര്യമാണ്. ഒരു വഴക്ക് പിടിക്കുന്നു, ദേഷ്യം വരും, നിങ്ങൾ ഇപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും ഭാഗത്തായിരിക്കും ശരി, ആയിക്കോട്ടെ. പക്ഷേ ഒരു മോനോടല്ലേ മോളോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഒരിക്കലും പറയരുത്. കാരണം ശ്രദ്ധിച്ച് കേട്ടു, ഇത് ധാരാളം അനുഭവം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ഇപ്പം നിങ്ങളൊരു വഴക്കുണ്ടായി, നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും ഭാഗത്താണ് ശരിയെന്ന് വിചാരിക്കുക, കുട്ടി ഒരു തെറ്റ് ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക, ചെയ്തു എന്ന് തന്നെ വിചാരിച്ചു, കുട്ടിയുടെ ഭാഗത്താണ് തെറ്റ്. നിങ്ങൾ ആ മോനോടല്ലേ മോളോട് പറയുക, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ, ഒരിക്കലും പറയരുത്. പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോണം, അവർ വീട്ടിൽ നിന്ന് പോയെന്നിരിക്കട്ടെ, ആ ഒരു ദേഷ്യത്തിന് അവർ ഇറങ്ങിപ്പോയെന്നിരിക്കട്ടെ, അവർ ചെന്നെത്തുന്നിടത്ത്, അവരെവിടെയാണോ എത്തുന്നിടത്ത് അവർ മറ്റുള്ളവരോട് ഈ വീട്ടിലെ കാര്യം പറയും. അപ്പോൾ നിങ്ങളോട് വിരോധമുള്ളവർ അല്ലെങ്കിൽ ഇവരോട് വിരോധമുള്ളവർ പലരും കാണും, അവർ ഈ കുട്ടികളെ മുതലെടുക്കും. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ പലരും പല ദുരിതങ്ങളിലും പല മോശമായ കൂട്ടുകെട്ടുകളിലും പോയത് അനുഭവങ്ങളുണ്ട്. എത്രയോ അനുഭവങ്ങൾ ഈ ഗ്രഹനിലയും കൈരേഖയും നോക്കുമ്പം ഞാൻ പല ജീവിതങ്ങളും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ കുട്ടികളൊന്നും പിന്നീട് നിങ്ങളെക്കുറിച്ച് ഒരിക്കലും നല്ല ഒരു കാഴ്ചപ്പാട് ഉണ്ടാകണമെന്നില്ല. കാരണം ഈ കുട്ടികൾ എത്തപ്പെടുന്നത് അല്ലെ കുട്ടികളെ കാത്തിരിക്കുന്നത് നിങ്ങളോട് വിരോധമുള്ള ആളുകളായിരിക്കും. അവർ ഈ അവസരം മുതലെടുക്കും, ഈ കുട്ടികളോട് സ്നേഹം നടിക്കും, ഇവരുടെ രക്ഷകനാകും, നിങ്ങളെക്കുറിച്ച് മോശം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് ഒരിക്കലും കുട്ടിയുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല. അവരെക്കുറിച്ച് നല്ല ഇമേജുമായിരിക്കും, പക്ഷേ അവർ ഒരിക്കലും ചിലപ്പോൾ നല്ല ആളുകളായിരിക്കണമെന്നില്ല. ഇങ്ങനെ മോശമായ പല ചുറ്റുപാടുകളിലും സാഹചര്യങ്ങളിലും പോയി ഒരുപാട് നശിച്ച കുട്ടികളുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു കുട്ടിക്ക് ആ ഒരു അവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരച്ഛനും ഒരമ്മയും മക്കളോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയരുത്. അതുപോലെ മക്കളും ഇറങ്ങിപ്പോവുകയും ചെയ്യരുത്. കാരണം നിങ്ങളെ കാത്തിരിക്കുന്നത്, നിങ്ങൾ വിചാരിക്കും നിങ്ങളെ രക്ഷിക്കാനോ സ്നേഹിക്കാനോ ഉള്ളവരാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് ധരിക്കരുത്. നിങ്ങളോട് വൈരാഗ്യമുള്ള ഈ അവസരങ്ങൾ മുതലെടുക്കുന്ന കുറേ ആളുകളെങ്കിലും ഉണ്ടാകും. അങ്ങനെയുള്ളവരുടെ വലയിലായിരിക്കും തീർച്ചയായിട്ടും ഇവർ അകപ്പെടുന്നത്. അവരെ വിശ്വസിക്കും, വീട്ടുകാരെ വെറുക്കും, നല്ലതെല്ലാം തെറ്റായിട്ട് അവർ പറഞ്ഞു കൊടുക്കും, മോശമായ ശീലങ്ങളുണ്ടാകും, മോശമായ സാഹചര്യങ്ങൾ പോകും. അങ്ങനെ എത്രയോ ആളുകൾ. ഈ കുറേ നാൾ മുമ്പേ ഒരു പയ്യനെ ഇവിടെ അടുത്തൊരു വീട്ടിൽ നിന്ന് അവർ ഇറങ്ങിപ്പൊക്കോളാൻ പറഞ്ഞു. ഒരു പയ്യനാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ റെയിൽവേ വഴിക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ മോനെ ഇവിടെ നിൽക്കുന്നത്? അത് വീട്ടുകാരെന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു, ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഈ പയ്യനെ അവനെന്തും ചിലപ്പം ചെയ്യാം ആ ഒരു സാഹചര്യത്തിൽ. അത്രയ്ക്ക് പക്വതയും വിവരമൊന്നും നമുക്ക് ആ വികാരമുണ്ടാകും. വികാരം എന്ന് വെച്ചാൽ ദേഷ്യം, വിഷമം, ഇതൊക്കെ ഉണ്ടാകും. ബുദ്ധി പ്രവർത്തിക്കത്തില്ല ആ സമയത്ത്. അപ്പം ഇവനെന്തും ചെയ്യാം ചിലപ്പോൾ. അല്ല ഇവൻ ചിലപ്പോൾ മോശമായ കൂട്ടുകെട്ടുകളിലായിരിക്കും ചെന്ന് ചാടുന്നത്. കാരണം ഇതൊക്കെ നോക്കിയിരിക്കുന്ന ആളുകളുണ്ട് ഇവരെ ഈ പിള്ളേരെ മുതലാക്കാൻ. പിള്ളേരോട് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് രക്ഷകരായിട്ട് ചമഞ്ഞ് അവരുടെ ഭാവി കളയാൻ കാത്തിരിക്കുന്ന ഒരു സമൂഹവും നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നീ വരാൻ പറഞ്ഞു. ഞാൻ ആ വീട്ടിൽ ചെന്ന് അവരോട് സംസാരിച്ചു. ആ പയ്യനെ അവർ തിരിച്ച് വീട്ടിൽ കയറ്റി, ഒരു കുഴപ്പമില്ലാതെ പോകുന്നു. എനിക്ക് ചെയ്യാൻ പറ്റിയ ചെറിയൊരു കാര്യം. പക്ഷേ ഇപ്പം എപ്പോഴും നമുക്ക് എല്ലായിടത്തും ചെയ്യാൻ പറ്റുമോ? ഇല്ല. എല്ലാവരോടും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാവരും കേൾക്കണമെന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. അത് നിങ്ങൾക്കറിയാവുന്ന ഈ കാര്യം നിങ്ങൾ മറ്റുള്ളവരോടും പറഞ്ഞു കൊടുക്കണം. ഒരു കുട്ടിയോട് പോലും തെറ്റുകളൊക്കെ തിരുത്താം, അതിൻ്റെ അകത്ത് കുഴപ്പമൊന്നുമില്ല. തെറ്റുകൾ ഒരു കുട്ടിക്ക് ഒരു തെറ്റ് പറ്റിയാൽ പോലും ആ കുട്ടിയെ ഉപേക്ഷിക്കരുത്. അങ്ങനെയുള്ളവരായിരിക്കും നാളെ ഏറ്റവും മിടുക്കന്മാരായിട്ട്. തെറ്റ് തിരുത്തുന്നവരാണ് ഏറ്റവും മിടുക്കന്മാർ, മനസ്സിലാക്കുക.
തെറ്റ് തിരുത്തുന്നവരാണ് ഏറ്റവും നന്മയുള്ളവർ. കാരണം അവർക്ക് തെറ്റിന് പോയാലുള്ള പ്രശ്നം അറിയാം. അപ്പം തെറ്റുകൾ പറ്റിയാൽ നിങ്ങൾ ആ കുട്ടികളെ ഒരു തരത്തിലും ഉപേക്ഷിക്കരുത്, അവരെ നിങ്ങൾ കൈവിടരുത്. ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ പോലും അവരോട് നിങ്ങൾ മോശമായി പെരുമാറരുത്. ഉള്ളിലുള്ള സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കണം. നിങ്ങളവരെ സന്തോഷത്തോടെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സ്നേഹത്തോടെ അവരെ മാറ്റാൻ ശ്രമിക്കണം. സ്നേഹത്തിനോളം വലിയൊരു മരുന്ന് വേറെയില്ല. സ്നേഹത്തിലൂടെ ആരെയും മാറ്റാൻ പറ്റും. കാരണം അത് സത്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാവുന്നവർക്കും പറഞ്ഞു കൊടുക്കണം. ഒരു കുട്ടി പോലും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകരുത്. കാരണം സമൂഹം വളരെ മോശമാണ്. അവരെ കാത്തിരിക്കുന്നത് വളരെ മോശമായ പലതുമായിരിക്കും. നിങ്ങളതിന് കാരണമാകരുത്. നിങ്ങളത് ചെയ്തിട്ട് എത്ര ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാലും എത്ര ക്ഷേത്രത്തിൽ കുമ്പിട്ടാലും അങ്ങനെ ഒരു പാപം ചെയ്താൽ അത് തീർച്ചയായിട്ടും അതൊരു വളരെ പാപം തന്നെയാണ്. കാരണം ഈ കുട്ടി പോയ വാശിക്ക് ചിലപ്പം തിരിച്ചു വരാനും ഒരു വാശി അതിനും കാണും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. പിന്നെ കുട്ടികളോട് എനിക്ക് പറയാനുള്ള, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഇറങ്ങിപ്പോകരുത്. കാരണം അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനത് അനുഭവത്തിൽ നിന്ന് ഇപ്പോൾ പല കാര്യങ്ങളിൽ നിന്ന് കാണുന്നതുകൊണ്ട് പറയുന്നതാണ്. ഇനി ശാംഭവി മുദ്രയെക്കുറിച്ച് പറഞ്ഞു തരാം. ശാംഭവി മുദ്ര, ഇത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ എന്നാ ശാംഭവി മുദ്രയെന്ന്. കണ്ണുകൾ മുകളിലോട്ട് ദൃഷ്ടിയാക്കി ഇവിടെ ശ്രദ്ധിക്കുക. കണ്ടല്ലോ. ചിന്മുദ്ര പിടിക്കേണ്ടവർക്ക് പിടിക്കാം, പിടിക്കേണ്ടാത്തവർക്ക് പിടിക്കുകയും വേണ്ട. പിടിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ശാംഭവി മുദ്ര പിടിക്കേണ്ടവർക്ക് പിടിക്കാം, ചിന്മുദ്ര ഉണ്ടല്ലോ. ഇനി പിടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ശാംഭവി മുദ്ര ചെയ്താൽ നിങ്ങളിത് ശാംഭവി മുദ്ര വീട്ടിൽ ദിവസം ഇപ്പോൾ 6 മണിയെങ്കിൽ 6 മണി രാവിലെ, വൈകിട്ട് 6 മണിയെങ്കിൽ 6 മണി, അല്ലെ വൈകിട്ട് 8 മണിയെങ്കിൽ 8 മണി. ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെയും പോയിട്ട് ഒരു ഇപ്പം വൈകിട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇപ്പോൾ രാത്രി 10 മണിക്കാണ് ചെയ്യാൻ പറ്റുന്നത്. 10 മണി തന്നെ എല്ലാ ദിവസവും ആവർത്തിക്കണം. രാവിലെ 6 മണിക്ക് പറ്റും, എല്ലാ ദിവസവും 6 മണി രാവിലെ ആവർത്തിക്കണം. ഒരു കൃത്യം പോയിൻ്റ് ഓഫ് ടൈം, ഒരു ടൈം കീപ്പ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഒരു തവണ 1 മിനിറ്റ് വേണ്ട, 1 സെക്കൻഡ് ചെയ്താൽ മതി. ഇവിടെ ശ്രദ്ധിച്ചാൽ മാത്രം മതി, നിങ്ങളൊന്നും ചെയ്യണ്ട. ഇവിടെ ശ്രദ്ധിക്കുക മതി. ഇത് പറ്റുന്ന പോലെ ചെയ്താൽ മതി. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്താലും മതി, അവനവന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ചെയ്താൽ മതി. ഈ ദിവസവും ഇങ്ങനെ പറ്റുന്ന പോലെ ചെയ്യുക. ചെയ്താലുള്ള ഗുണം എന്നാണെന്നറിയാമോ? നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്നറിയാമോ? ചിന്തകൾ. ഈ ചിന്തകളുടെ ലോകത്താണ് നമ്മൾ ശരിക്കും ചിന്തകളുടെ പുറകെയും ചിന്തകൾക്കുള്ളിലുമാണ്. ശരിക്കും നമ്മൾ ജീവിക്കുന്നില്ല. നമ്മൾ മുഴുവൻ സമയം ചിന്തകളിലാണ്. ഭാവിയെക്കുറിച്ചുള്ള ചിന്ത, കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ചിന്ത, സമൂഹത്തെക്കുറിച്ചുള്ള ചിന്ത, കൂട്ടുകാരെക്കുറിച്ചുള്ള ചിന്ത, മറ്റുള്ളവരെക്കുറിച്ചുള്ള ചിന്ത, ഇങ്ങനെ ചിന്തകളിലാണ് നമ്മളെപ്പോഴും. ഈ ചിന്തകൾ എപ്പോഴും ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ കണ്ണുകളും അതിനനുസരിച്ച് എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും, ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴേ ഈ കണ്ണുകൾ സ്റ്റഡി ആകുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ നോക്കുമ്പോൾ കണ്ണുകൾ ചലിക്കുന്നില്ല, സ്റ്റഡി ആകുമ്പോൾ മനസ്സ് ശൂന്യമാകും, ചിന്തകളില്ലാത്തൊരവസ്ഥയുണ്ടാകും. ആ അവസ്ഥയാണ് ശുദ്ധമായ ബോധം. ആ അവസ്ഥയാണ് ശിവൻ. ആ അവസ്ഥയ്ക്കാണ് ഏറ്റവും ശക്തിയുള്ളത്. ആ അവസ്ഥയെ അല്പനേരമെങ്കിലും നിങ്ങൾ അനുഭവിച്ചാൽ നിങ്ങൾക്ക് സ്വയം ഉള്ളിൽ ഒരു ശക്തി ഉണ്ടായി വരും. നിങ്ങളെ ആർക്കും പിന്നെ പറ്റിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് സ്വയം തീരുമാനമെടുക്കാനുള്ള പവർ ഉണ്ടാകും. ഒരാൾക്കും പറഞ്ഞ് നിങ്ങളെ പറ്റിക്കാൻ പറ്റത്തില്ല. ശരിയേത് തെറ്റേത് എന്ന് നിങ്ങൾക്കറിയാൻ പറ്റും. നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ, ഒരു ഉൾക്കാഴ്ച, ഒരു അന്തർജ്ഞാനം ഉണ്ടായി വരും. ഒരു കാര്യം ചെയ്യാൻ മുമ്പോ അത് വേണ്ട, ശരിയാകത്തില്ല, ഉള്ളിൽ നിന്ന് തോന്നും. ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടായി വരും. അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അത് നല്ലതായിരിക്കും, ശരിയായിട്ടുള്ള ഇൻറ്റ്യൂഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലും അത് ഗുണം ചെയ്യും. നിങ്ങളൊരാപത്തിലും പോയി ചാടത്തില്ല. നിങ്ങൾക്ക് നല്ല കണക്കൂട്ടൽ കാണും. നിങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇത് ദിവസവും ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യം, ഉണർവ്, ഇൻറ്റ്യൂഷൻ, ഏതൊരു കാര്യത്തിനും മനഃശക്തി എന്ന് വേണ്ട ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായി വരും. നിങ്ങൾ ശരിക്കും ഈശ്വരനെ അറിയും. പറഞ്ഞാൽ മനസ്സിലായോ? സത്യസന്ധമായ വിദ്യ ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾ ആവശ്യമുള്ളവർ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യണ്ട. ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്കെൻ്റെ ഗുരു പറഞ്ഞു വന്ന കാര്യമാണ്, നല്ല കാര്യമാണ്. ഇതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. മനസ്സ് ശാന്തമാകുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഉള്ളിലെ ബോധം പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ കഴിവുകൾ നമുക്ക് അനുഭവത്തിൽ വരുന്നത് അപ്പോഴാണ്. നമ്മളെ അറിയുന്നത് അപ്പോഴാണ്. നിങ്ങൾ വെളിയിൽ എത്ര അന്വേഷിച്ചാലും
വെളിയിൽ എത്ര അലഞ്ഞു നടന്നാലും നിങ്ങളുടെ ഉള്ളിലെ ശക്തി അറിയണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നിങ്ങൾ നോക്കണം, അപ്പോഴേ അറിയത്തുള്ളൂ. അത് നിങ്ങളുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഈ ആജ്ഞാചക്രത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ബോധത്തിൽ, ശുദ്ധബോധത്തിൽ തന്നെയാണ്. അതാണ് ഈശ്വരൻ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം ശിവോഹം.